ജീവ സന്ദേശത്തിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പഠനഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ വചനം. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട ആത്മീയ സത്യങ്ങളുടെ വിശകലനമാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ഒരു ഉപമയും, തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്നവരെക്കുറിച്ച് കർത്താവ് മറ്റൊരു ഉപമയും, സ്വർഗരാജ്യത്തിൽ എങ്ങനെ കടക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യവും ഈ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആലേഖനം ചെയ്തിരിക്കുകയാണ്. അവസാനം ഒരു വലിയ അത്ഭുതത്തിൻ്റെ കഥയും കർത്താവ് പറയുന്നത് കാണാൻ കഴിയും. ഈ വായിച്ച വചനങ്ങളിൽ 2 വ്യക്തികളെ നമുക്ക് കാണാം. ഒന്ന് പരീശൻ, 2 ചുങ്കക്കാരൻ. 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള ഭാഗത്താണ് ഈ 2 പേരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലേറ്റവും രസകരമായ പ്രാർത്ഥന പരീശന്റെ പ്രാർത്ഥനയാണ്. ഒരുപക്ഷെ നമ്മളും ആ പരീശനുമായിട്ട് സാമ്യമില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ പരീശൻ പ്രാർത്ഥിച്ചത് തന്നോട് തന്നെ ആയിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു. അവൻ്റെ അഭിസംബോധനയും അവൻ്റെ പരാതികളും അവൻ്റെ പ്രശ്നങ്ങളും എല്ലാം പറയുന്നത് തന്നോട് തന്നെയാണ്. 2, സ്വയം നീതീകരിക്കുന്ന ഒരാളെ കാണാം. അവൻ പറയുന്നത്, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ചുങ്കക്കാരനെ പോലെയോ ഞാനല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. സ്വയം ന്യായീകരിക്കാനും നീതീകരിക്കാനും ശ്രമിച്ച പരീശൻ. 3-ാമത്തെ കാര്യം അതിനേക്കാളും പരിതാപകരമാണ്. സ്വയം പുകഴ്ത്തുന്ന ഒരു പരീശനെ കാണാൻ കഴിയും. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് താൻ ചെയ്യുന്ന പ്രവൃത്തിയെയും തൻ്റെ പ്രത്യേകതകളെയും പുകഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾ. നമ്മുടെ പ്രാർത്ഥനയും ഇതിനോട് ബന്ധമുണ്ടോ എന്ന് നാം ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ 2-ാമത്തെ പ്രാർത്ഥന വ്യക്തി വളരെ വ്യത്യസ്തനാണ്. അദ്ദേഹം ഒരു ചുങ്കക്കാരനാണ്. അന്നത്തെ സമൂഹത്തിൽ യാതൊരു വിലയും നിലയുമില്ലാത്ത ഒരാൾ. പക്ഷേ ആ ആൾ വന്നു നിന്ന് പ്രാർത്ഥിക്കുന്നത് ദൂരത്ത് നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് നേരെ അടുത്തു വരുവാൻ കഴിയാതെ ദൂരെ നിന്ന് ചെയ്യുകയാണ്. 2-ാമത്തെ കാര്യം, സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ തുനിയാതെ. സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല എന്നുള്ള ചിന്തയായിരുന്നു ആ ചുങ്കക്കാരനുണ്ടായിരുന്നത്. ഒന്നാമത്, സമൂഹത്തിൽ നിന്ന് വെറുക്കപ്പെട്ടവനാണ് താൻ. സമൂഹത്തിലുള്ള ആളുകളുടെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയാണ് താൻ. സമൂഹത്തിലുള്ള ആളുകളോട് ചുങ്കം അധികമായി പിരിക്കുന്ന ആളാണ്. ആ നിലയിൽ സ്വർഗത്തോട് പോലും നോക്കുവാൻ കഴിവില്ലാതെ, സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ കഴിവില്ലാതെ നിൽക്കുന്ന ഒരാൾ. 3-ാമത് നാം വായിക്കുന്നത്, അവൻ മാറത്തടിക്കുകയാണ്. അവൻ മാറത്തടിച്ചു എന്ന് പറയുമ്പോൾ അവൻ്റെ പാപത്തെക്കുറിച്ചും അവൻ്റെ തെറ്റുകളെക്കുറിച്ചും ബോധ്യം വന്ന ഒരാളായിട്ട് കാണാൻ കഴിയും. 4-ാമത്, അവൻ്റെ പ്രാർത്ഥന, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. അവൻ ദൈവത്തോട് പറയുന്നത്, ഞാനൊരു പാപിയാണ്. ലാസ്റ്റിൽ അവന് വേണ്ടത് കരുണയാണ്. എനിക്ക് വേണ്ടത് കരുണയാണ് കർത്താവേ, ഞാനൊരു പാപിയാണ് എന്നുള്ളത് ദൈവത്തിനു മുമ്പാകെ തുറന്ന് സമ്മതിക്കുവാനുള്ള ഒരു മനസ്സ് ആ ചുങ്കക്കാരുണ്ടായിരുന്നു. തൽഫലമായി അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, മറ്റവനോ അങ്ങനെയല്ല. അതുകൊണ്ട് നമുക്ക് പഠിക്കുവാനുള്ള ഏറ്റവും വലിയ പാഠം, നാം പലപ്പോഴും സ്വയം നീതീകരിക്കുന്നു എന്ന് വരികിൽ, നമ്മെ തന്നെ ഉയർത്തുന്നു എന്ന് വരികിൽ, നാം ഏതാണ്ടൊക്കെ സംഭവമാണ് എന്ന് നാം തന്നെ ആ നിലയിൽ അവകാശപ്പെടുന്നു എന്ന് വരികിൽ, തീർച്ചയായിട്ടും ദൈവത്തിനു മുമ്പാകെ നമുക്കൊരു നീതീകരണമില്ല എന്നുള്ളതാണ് ഈ ഭാഗത്തെ ഏറ്റവും വലിയ പാഠം. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. നാം എന്തെങ്കിലും ആയിട്ടുണ്ടോ അത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകൾ മാത്രമാണ്. നമ്മുടെ വാഹനവും
നമ്മുടെ ഭവനവും നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ മക്കളും ഭാര്യയും എന്നു വേണ്ട എണ്ണി പറഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ എത്രയോ വലുതാണ്. ഇതെല്ലാം ദൈവം നൽകിയതാണ് ദൈവമേ. അതുകൊണ്ട് എല്ലാ മഹത്വവും ഞാൻ അങ്ങേക്കർപ്പിക്കുന്നു എന്ന് ദൈവത്തോട് പറയുക, അതാണ് തന്നെത്താൻ താഴ്ത്തുന്ന ഒരനുഭവം. അല്ല, നാം സ്വയനീതിയാണെന്ന് ഒരിക്കൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നാം നീതിരിക്കപ്പെടുവാനായിട്ട് സാധ്യമല്ല എന്നുള്ള കാര്യം നാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ നമ്മുടെ രഹസ്യ ജീവിതത്തെയും നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന നമ്മുടെ വാക്കുകളെയും ശ്രദ്ധിക്കുവാനും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. പിതാവേ, നന്ദിയോടെ സ്തോത്രം. ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന ഈ പരീക്ഷനെ പോലെ ആയിട്ടില്ലേ എന്ന് ഞങ്ങൾ സ്വയം പരിശോധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മുമ്പാകെ നീതിയുള്ളവരായി നിഷ്കളങ്കരായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിടുതലിന്റെ കരം നീട്ടണമേ. പ്രാർത്ഥന കേട്ടോട് നന്ദി. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ.